ഫെബ്രുവരി 16 2025 ഇന്ന് ഞാനും എൻ്റെ സ്വന്തം മാരുതി പൊടിയിനെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പല കല്യാണാഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു കല്യാണത്തിൻ്റെ ദിവസമായിരുന്നു ഫെബ്രുവരി 16. വേറെ ആരെയല്ല, ഡോക്ടർ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടി. അതിനെ അവരിഷ്ടപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആണ് ഇവരെ രണ്ടുപേരും ചേർത്ത് വെക്കുന്നത് എന്നുള്ളത് വേറെ ഒരു രസകരമായ സംഭവമാണ്. കാരണം ഈ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരതിപ്പൊടിയും ഡോക്ടർ റോബിനും കണ്ടുകൊണ്ടത്. അതിനുശേഷം ഡോക്ടർ റോബിന് ഇവൾ മതി എന്ന് ഡോക്ടർ റോബിനേക്കാൾ മുമ്പ് പറഞ്ഞതാണ് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന അമ്മമാരും എല്ലാവരും. അവരെല്ലാവരും കൂടെ ചേർന്ന് ആരതിപ്പൊടി ഡോക്ടർ റോബിനുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. അത് 2 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ അത് കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോഴും ഈ കല്യാണം സംബന്ധിക്കുമ്പോഴൊക്കെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അല്ലേ. അപ്പം ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ അവിടെ എത്തിയിരുന്നു. കല്യാണ മുഹൂർത്തത്തിന് വേണ്ടി എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ ആകെപ്പാടെ അവിടെ എത്തി എന്നുള്ളതാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രൈവറ്റായിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനലുകളൊന്നും ഇതിനു വേണ്ടി മെനക്കെടുത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ ആകെപ്പാടെ തെറ്റിച്ചുകൊണ്ട് കാണാണ് ഇന്ന് യൂട്യൂബുകാർ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾ ഡോക്ടർ റോബിനെയും ആരതിപ്പൊടിയും പട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ റോബിൻ അമ്പലനടയിലേക്ക് വരുന്നത്, അതുപോലെ ആരതിപ്പൊടിയുടെ മാസ് എൻട്രി, അങ്ങനെ പല രീതിയിലുള്ള തംബ്ലൈനും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ അറുമാന്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു ദിനം അവർക്ക് സന്തോഷിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ റോബിനെയും ആരതിപ്പൊടിയും ചേർത്ത് വെച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും തന്നെയാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അപ്പം അവിടെ എത്തുന്നു. മിക്കവാറും ഞാൻ ഇന്നലെ ഒരു സംശയം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് പ്രൈവറ്റ് ആക്കുമ്പോഴത്തേന് ഈ വെളുപ്പാങ്കാലത്ത് പോയിരുന്ന് യൂട്യൂബ് ചാനലുകളെല്ലാം അവിടെ പോയിരുന്ന് വീഡിയോ എടുക്കാൻ കണ്ടൻറ്റിന് വേണ്ടിയാണല്ലോ പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഇത് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമല്ലേ. അതുകൊണ്ട് അവർക്ക് മെനക്കെടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സംശയങ്ങളെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ ചാനലുകളും അവിടെ സന്നിധരായിരുന്നു. അവർക്കെല്ലാം ആവേശമായിരുന്നു. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ വളർത്തിക്കൊണ്ട് വന്നതും ഡോക്ടർ റോബിൻ അവരെ വളർത്തിക്കൊണ്ട് രണ്ടുപേരും ഒരു പരസ്പര പൂരിതമായി നീങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ഡോക്ടർ റോബിനും. കാരണം ഡോക്ടർ റോബിൻ എവിടെയുണ്ടോ അവിടെ ഈ യൂട്യൂബ് ചാനലുകളെല്ലാം ഉണ്ട്. അതുപോലെ യൂട്യൂബ് ചാനലുകൾക്ക് ആവശ്യം പോലെ കണ്ടൻറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാലും ഡോക്ടർ റോബിൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ്. ഈ കല്യാണ ദിവസമാണെങ്കിൽ പോലും ഡോക്ടർ റോബിൻ അവർക്ക് വേണ്ടി സമയം നീക്കിവെച്ചതും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കല്യാണ മുഹൂർത്തത്തിലും കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇവരോടൊക്കെ സംസാരിക്കാനും ഇവരുടെ ക്ഷേമം അന്വേഷിക്കാനും ഒക്കെ എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ഡോക്ടർ റോബിൻ അത് കഴിയുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ കല്യാണ വിശേഷങ്ങളൊന്ന് കാണാം.
ബഹളമൊന്നുമില്ലാതെ വളരെ സുന്ദരമായ വളരെ ഫ്ലോയിൽ കല്യാണം നടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചുറ്റിലും ക്യാമറ കണ്ണുകളുണ്ട്. അവരുടെ ഒരു സന്തോഷമാണ്. അവർ പലപ്പോഴും ഇന്നലെ രാത്രിയിലൊക്കെ വന്നവരുണ്ട് എന്ന് പറയും. ഇന്നലെ രാത്രി വന്നെങ്കിൽ മാത്രമേ ഇന്ന് രാവിലെ 6 മണിക്കുള്ള മുഹൂർത്തം കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഗുരുവായൂർ അമ്പലമാണ്, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഡോക്ടർ വന്നിറങ്ങിയപ്പം മുതൽ ഡോക്ടറുമായിട്ട് സെൽഫി എടുക്കുവാനും ഇതെടുക്കുവാനും ഒക്കെ ഒത്തിരി തിരക്കായിരുന്നു, അമ്മമാരുടെ തിരക്ക്. അതുപോലെ ഡോക്ടർ ഇഷ്ടപ്പെടുന്നവരെല്ലാം അവിടെ പോകുന്നു. 2 കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂരപ്പനെ തരാം, പിന്നെ ഡോക്ടർ റൂബിൻ്റെ കല്യാണം കാണാം. 2 കാര്യങ്ങളും ഒരു ദിവസം തന്നെ നടന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. നല്ല തിരക്കായിരുന്നു, ഒത്തിരി വിവാഹങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഡോക്ടർ റോബിൻ, ഈ ക്യാമറ കണ്ണുകൾക്കിടയിൽ ഡോക്ടർ റോബിൻ്റെ കല്യാണം നടക്കുന്നു. അന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ അതൊരു തരംഗം പോലെ ഇതൊരു ആഞ്ഞടിച്ചു ഈ കല്യാണം എന്നുള്ളതാണ്. മിക്കവാറും തമ്മിലേനും ഒക്കെ ആയിട്ട് എല്ലാവരും വീഡിയോ ഇട്ടിരുന്നു. എല്ലാത്തിനും നല്ല റീച്ച് ഉണ്ടായിരുന്നാലും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണ തിരക്കിനിടയിലും ഡോക്ടർ റോബിൻ ഈ സോഷ്യൽ മീഡിയ മറന്നില്ല. താൻ വളർത്തിക്കൊണ്ട് വന്ന ഒരു യൂട്യൂബ് ചാനലുകളെ മറന്നില്ല. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. ഒരു സെലിബ്രേറ്റിയും ചെയ്യാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഡോക്ടർ റോബിനെ ദ്രോഹിച്ചിട്ടുമുണ്ട്. നമ്മൾ നിശ്ചയദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കുളമാക്കാനും വരെ കഴിഞ്ഞവരേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇല്ല, ചിലരെങ്കിലും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, പായസത്തിലായാലും അല്പം കല്ല് കടിച്ചു കഴിഞ്ഞാൽ പായസം തീർന്നില്ല. അതുപോലെ അങ്ങും ഇങ്ങുമൊക്കെ ചിലരുണ്ട് ഈ തംബ്ലൈനൊക്കെ മാറ്റി റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് ഈ ചിലർക്കൊക്കെ അത് മോശമായിട്ട് വരികയൊക്കെ ചെയ്യും. അത് നമ്മൾ നിശ്ചയത്തിന് പലപ്പോഴും കണ്ടതാണ്. പക്ഷേ ഇവിടെ അതൊന്നും മനസ്സിൽ നേക്കാതെ ഡോക്ടർ റോബിൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു, അവരോട് സംസാരിക്കുന്നു. അതും കൂടെ ഒന്ന് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 16 2025. ഇന്ന് ഞാനും എൻ്റെ സ്വന്തം മാരുതി പൊടീനെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഞാനൊരു കൃഷ്ണഭക്തനാണ്. ഗുരുവായൂർ സ്ഥിരമായിട്ട് കുട്ടിക്കാലം മുതൽ വരുന്ന ഒരാളാണ്. ഗുരുവായൂർ അപ്പൻ്റെ നടയിൽ വിവാഹം കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും സ്നേഹം മാത്രം. പൊടി എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നത്? ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബിഗ് ബോക്സിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടോ കല്യാണത്തിന്? ഇല്ല, ലക്ഷ്മി ചേച്ചി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ക്ലോസ് ആയിട്ടുള്ള, ഇത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. രാവിലെ എത്തിയോ എല്ലാവരും? ഇന്നലെ എത്തി. താങ്ക് യു. ഈ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വിവാഹം കഴിക്കണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അഷ്ടമി രോഹിണി കേട്ടോ പുള്ളിക്കാരി നാളെ അഷ്ടമി രോഹിണിയാണ് ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒരു കൃഷ്ണനെ കിട്ടി, കുട്ടി കൃഷ്ണൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൊടി തന്നെയാണോ എല്ലാം ഡിസൈൻ ചെയ്ത്? ചേട്ടൻ്റെ അപ്പം ഡോക്ടർ റോബിനെയും ആര്യപ്പൊടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം സന്തോഷമായി എന്ന് തോന്നുന്നു. അവർ ഇത്തിരി നാളിന് ശേഷം കാത്തിരുന്നൊരു കല്യാണമാണ്. ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് കാത്തിരുന്ന് ഞാൻ വീഡിയോ ഒക്കെ ഡോക്ടർ ഇട്ട് കഴിയുമ്പോൾ എന്നാണ് കല്യാണം എന്ന് ചോദിച്ച് കമൻറ്റ് വരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് അത് നമുക്ക് ആ ഡേറ്റ് കിട്ടുന്നതും നമ്മളത് പറയുകയൊക്കെ ചെയ്തത്. അപ്പം ഡേറ്റ് പലതും മാറ്റിവെച്ചു. ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് പറഞ്ഞെങ്കിലും അവസാനം ആ ദിനം വന്നെത്തി. ഫെബ്രുവരി 16 വേറെ ആരുടെയും മുന്നിലല്ല, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ആ കല്യാണം നടന്നിരിക്കുന്നു. അവിടെ നടക്കാനുള്ള കാരണവും പറയുന്നുണ്ട് ഡോക്ടർ റൂബിന്. ഗുരുവായൂരപ്പനെ അത്രമേൽ ഇഷ്ടമാണ് തനിക്ക് എന്ന്. അതുപോലെ എന്താ പറഞ്ഞത്, ആരതിപ്പൊടിയുടെ നാളുകൂടാണ് അഷ്ടമി രോഹിണി. അതിനൊക്കെ കൊണ്ടാണ് അവ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്.
ഈ അമ്പലനടയെ തന്നെ തിരഞ്ഞെടുത്തത്. ഒരു സന്തോഷകരമായ ഒരു ദാമ്പത്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടെ ആശംസിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.